ആനചാടിക്കുത്ത് എന്ന് പറയുന്ന സ്ഥലമാണ്. ആനചാടിക്കുത്തിലേക്ക് ഇറങ്ങി വരുന്ന വഴിയാണ് ഈ കാണുന്നത്. നമ്മുടെ നാരങ്ങാനം ഭാഗത്തുനിന്ന് ഇറങ്ങി വന്നാലും അതുപോലെ തന്നെ തൊമ്മൻകുത്ത് മണിയൻ സിറ്റിയിൽ നിന്ന് കയറി വന്നാലും വരുന്ന വഴിയാണ് ഈ കാണുന്നത്. ഇവിടെ CC ക്യാമറയൊക്കെ ഉണ്ട്. വളരെ വരുന്നവർക്ക് വളരെ സുരക്ഷിതത്വം ഉറപ്പാക്കുവാനുള്ള എല്ലാ സംവിധാനവും ഇവിടെ ഉണ്ട്. ആനയടിക്കുത്ത് പാറ, ആനയടിക്കുത്തിൻ്റെ മുകൾ ഭാഗമാണിത്. ഇക്കരെ കുറേ വീടുകളൊക്കെ ഉണ്ട്. ഈ കാണുന്നതാണ് ആനയടിക്കുത്ത്. വെള്ളം കുറവാണ്. രണ്ട് മഴ പെയ്യുമ്പോഴത്തേനും വെള്ളമാകും. കാണാമല്ലേ, ഉണ്ടോ താഴെ വെള്ളം കിടക്കുന്നുണ്ടോ? നല്ല മഴയാകുമ്പോഴത്തേനും അവിടെ എന്നാ ശബ്ദമാണെന്ന് പറയും. ഭയങ്കര അരപ്പായിരിക്കും ഇവിടെ, ഭയങ്കര വെള്ളച്ചാട്ടത്തിൻ്റെ. അവിടെ ഈ കുഴിയിൽ ഇത് ആനയടിക്കുത്തിൻ്റെ മുകൾ ഭാഗത്തു നിന്നുള്ള ദൃശ്യമാണ്. ഈ പാറകളിൽ കുഴിയൊക്കെ കാണുന്നില്ല. ഇതൊക്കെ വളരെ ആഴമുള്ള കുഴിയാട്ടോ, വളരെ ആഴമുള്ള കുഴികളാണ് ഇതെല്ലാം. അക്കരയ്ക്ക് ആളുകൾ കടന്നു പോകുന്ന വഴിയാണ്. ഒരു ചെറിയ പാലമാണ്. ഇങ്ങനെ റോഡിൽ നാരങ്ങാനം, മുണ്ടമ്പൂടി, അതുപോലെ തൊമ്മൻകുത്തിനൊക്കെ പോകാൻ ഉള്ളൊരു വഴിയാണിത്. എന്നാലും ഞങ്ങൾ പണ്ട് മുതലേ തൊമ്മൻകുത്തിൽ നിന്ന് മുണ്ടമ്പുടിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുറുക്ക് വഴിയാണിത്. ഇതിലെ വർഷങ്ങളായിട്ട് ഞങ്ങളിങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. കണ്ടോ, ഈ വഴിക്കങ്ങ് പോകും. ഇങ്ങനെ പോയി തോട്ടുപറമ്പിലൂടെ മറ്റൊരു വഴി അങ്ങനെ പോകുന്നുണ്ട്. അതപ്പുറം ആ പറമ്പുകാരൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാട്ടത്. ഈ വഴിക്ക് വേറൊരു പറമ്പുകാരൻ്റെ വഴിയാണ്. വർഷങ്ങളായിട്ട് ആളുകൾ ഇതിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ്. ഒരു പിള്ളേരൊക്കെ ഇവിടെ ആനയടിക്കുത്തിലേക്ക് വെള്ളം ഒഴുകുന്ന തോടാണ് കേട്ടത്. ആളുകളൊക്കെ ഇവിടെ കയറി വന്ന് ഇവിടേക്ക് ഇരിക്കാറുണ്ട്. ഇതുവഴിയാണ് മുണ്ടമ്പുടിക്ക് പോണേ ഒരു കുറുക്ക് വഴിയാണ് ഇട്ടത്. എളുപ്പ വഴിയാണ്. ഇതുവഴി നേരം മുണ്ടമ്പുടി കപ്പേളയുടെ അവിടെ, നാരങ്ങാനം കപ്പേളയുടെ അവിടത്തേക്ക് ചേരുന്ന വഴിയാണ്. ഞാൻ രാവിലെ നടക്കാനിറങ്ങിയതാ ഇവിടെ ഇതിലേക്ക്. ഇപ്പം നല്ല രസമുണ്ട് ഇവിടെ എല്ലാം. ഇവിടെ നല്ല വെള്ളമുള്ള സമയത്ത് എൻ്റെ രസമെന്നറിയാം. ഇവിടെ എല്ലാം ഇങ്ങനെ വെള്ളം എത്തി ഇങ്ങനെ പോവും. ഭയങ്കര ഭംഗിയായിരിക്കും.